ഇന്നത്തെ കാലത്ത് ആളുകൾക്കിടയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ശീലം കൂടുതലധികം സ്വീകാര്യത നേടി വരുന്നുണ്ട്. അത് സ്റ്റോക്ക് മാർക്കറ്റിലായാലും മ്യൂച്വൽ ഫണ്ടിലായാലും ഗവൺമെൻറ് ബോണ്ടുകളിലായാലും അല്ലെങ്കിൽ മറ്റ് പല അസറ്റ്സിലാണെങ്കിലും ആളുകൾ തങ്ങളുടെ പണം ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിന് പ്രധാന കാരണം നമ്മുടെ ഫ്യൂച്ചറിൽ നമുക്ക് ഒരുപാടധികം സേവിങ്സ് ആവശ്യമായിരിക്കും. അതിനുവേണ്ടിയുള്ള ഒരു കോർപ്പസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത്തരത്തിലുള്ള അസറ്റ്സിൽ നമ്മുടെ പണം ഇപ്പോഴേ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുകയാണ്. എന്നാൽ നമ്മൾ നമ്മുടെ പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് നല്ല റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഫ്യൂച്ചറിൽ ഉപകാരപ്പെടണം എന്ന ഒരു ചിന്തയോട് കൂടെ തന്നെ ആയിരിക്കും നമ്മൾ നമ്മുടെ പണം ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ എത്തരത്തിലുള്ള കമ്പനികളിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത്തരം കമ്പനികൾ സെലക്ട് ചെയ്യേണ്ടത്, അവ നമുക്ക് വളരെ സേഫ് ആയിട്ടുള്ള റിട്ടേൺസ് തരുമോ, നമുക്ക് ലാഭകരമായിട്ട് തന്നെ ഈ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നടക്കുമോ എന്ന് തുടങ്ങി ഒരുപാടധികം ചോദ്യങ്ങൾ ഏതൊരു ബിഗിനറിനും ഉണ്ടായിരിക്കും. ഇക്കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്, അതും സ്റ്റോക്ക് മാർക്കറ്റ് പോലെയുള്ള റിസ്കി അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് സാധാരണക്കാരെ കൊണ്ട് സാധ്യമാവാത്തൊരു കാര്യമാണ് എന്നൊരു ധാരണ പലർക്കുമുണ്ട്. എന്നാൽ വാറൻ ബഫറ്റിൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഒരു ധാരണ വെറും ഒരു മിഥ്യാധാരണ മാത്രമാണ്. ഏതൊരാൾക്കും വളരെ എളുപ്പത്തിൽ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധ്യമാകുന്ന ഒരു മേഖല തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റും അതുപോലുള്ള മറ്റ് അസറ്റ്സും എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഇങ്ങനെ അദ്ദേഹം പറയാനുള്ള കാരണം, വാറൻ ബഫറ്റ് തൻ്റെ 11ാമത്തെ വയസ്സിലാണ് ആദ്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ അതിനു മുൻപ് അദ്ദേഹത്തിന് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയോ ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയോ വലിയ ധാരണയൊന്നുമില്ലാതെയാണ് അദ്ദേഹം 11ാമത്തെ വയസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുന്നത്. എന്നാൽ പിന്നീട് അദ്ദേഹം സ്വയം എല്ലാ കാര്യങ്ങളും സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയും അല്ലാത്ത ഒരുപാടധികം ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളെ പറ്റിയും സ്വയം പഠിച്ചെടുക്കുകയും ഇന്ന് അദ്ദേഹത്തിന് 10,000 കോടിയോളം ആസ്തി അദ്ദേഹം ജനറേറ്റ് ചെയ്തത് സ്റ്റോക്ക് മാർക്കറ്റിലൂടെയാണ്. ഇത്തരത്തിൽ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയും ഇൻവെസ്റ്റിങ്ങിനെ പറ്റിയും പഠിക്കാൻ ഒരുപാടധികം പുസ്തകങ്ങൾ അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പല ഇൻ്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പുസ്തകമാണ് ദി ഇൻ്റലിജൻറ്റ് ഇൻവെസ്റ്റർ എന്ന് പറയുന്നത്. അദ്ദേഹം തൻ്റെ ഗുരുവായി കണക്കാക്കുന്ന ബെഞ്ചമിൻ ഗ്രഹാം എഴുതിയ ഈ പുസ്തകം 1949 പബ്ലിഷ് ചെയ്തതെങ്കിലും ഇന്ന് ഈ 2022 ഇൻവെസ്റ്റേഴ്സ് ബൈബിൾ എന്നറിയപ്പെടുന്ന ഈ പുസ്തകം തീർച്ചയായും ഒരുപാടധികം ആളുകളെ ഇൻവെസ്റ്റിങ്ങിനെ പറ്റിയും സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയും ഒരുപാടധികം കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി യാതൊരുവിധ ധാരണയുമില്ലാത്ത ഒരാൾ ഈ പുസ്തകം വായിക്കുമ്പോൾ ഒരല്പം അഡ്വാൻസ്ഡ് ആയി തോന്നുമെങ്കിലും ഈ പുസ്തകം വളരെ സരളമായി തന്നെ ഒരുപാടധികം ഇൻവെസ്റ്റ്മെൻറ്റ് ലെസൺസ് പറയുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തേത് അഗ്രസീവ് വേഴ്സസ് ഡിഫെൻസീവ് ഇൻവെസ്റ്റർ. സ്റ്റോക്ക് മാർക്കറ്റിൽ എപ്പോഴും നമുക്ക് 2 തരത്തിലുള്ള ഇൻവെസ്റ്റേഴ്സിനെ കാണാൻ സാധിക്കുമെന്നാണ് ഓത്തർ പറയുന്നത്. ആദ്യത്തേത് അഗ്രസീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സാണ്. അവർ മാക്സിമം റിട്ടേൺ പ്രതീക്ഷിക്കുകയും അതുകൊണ്ട് തന്നെ എത്ര ഹൈ ആയിട്ടുള്ള റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റിയുള്ള ആളുകളായിരിക്കും. എന്നാൽ ഇതിന് നേർ വിപരീതമായിട്ട് ഡിഫെൻസീവ് ആയിട്ടുള്ള ആളുകൾ ഒട്ടും തന്നെ റിസ്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും നല്ല റിട്ടേൺസ് അവരും പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ 2 ഇൻവെസ്റ്റിംഗ് മെത്തേഡും വളരെ പോപ്പുലർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഈ 2 ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സും നടത്തുന്നുണ്ട്. എന്നാൽ ഇവയുടെ സർക്കംസ്റ്റൻസസ് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഒരു സ്റ്റോറി നോക്കാം. ടോണി എന്നും ബെല്ലി എന്നും പറഞ്ഞ് 2 സുഹൃത്തുക്കളുണ്ടായിരുന്നു. ടോണി വളരെ അഗ്രസീവായിട്ടുള്ള ഒരു ഇൻവെസ്റ്റർ ആയിരുന്നു. നല്ല രീതിയിൽ റിട്ടേൺസ് പ്രതീക്ഷിച്ചത് കൊണ്ട് തന്നെ എത്ര വേണമെങ്കിലും റിസ്ക് എടുക്കാൻ ടോണി തയ്യാറായിരുന്നു. വളരെയധികം റിസ്കി ആയിട്ടുള്ള കമ്പനീസിൽ നിന്നും ഹയസ്റ്റ് റിട്ടേൺസ് പ്രതീക്ഷിച്ചുകൊണ്ടായിരുന്നു ടോണി ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. എന്നാൽ ബെല്ലി ഡിഫെൻസീവായി മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളായിരുന്നു. ഹൈ റിസ്ക് എടുക്കാൻ തീരെ താല്പര്യമില്ലാതെ വളരെ ലോ റിസ്കിൽ നല്ല റിട്ടേൺസ് പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമായിരുന്നു ബെല്ലി ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാടധികം കമ്പനീസിനെ പറ്റി നല്ല രീതിയിൽ പഠിച്ച് ഹോംവർക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ബെല്ലി ഇൻവെസ്റ്റ് ചെയ്തിരുന്നുള്ളൂ. എന്നാൽ ബെല്ലിക്ക് നല്ല രീതിയിലുള്ള റിട്ടേൺസ് ലഭിച്ചതുകൊണ്ട് തന്നെ ബെല്ലി വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. കാരണം അദ്ദേഹത്തിന് FDയിൽ നിന്നും ബോണ്ടിൽ നിന്നും കിട്ടുന്നതിനേക്കാൾ കൂടുതൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ ബെല്ലിക്ക് സാധിച്ചിരുന്നു. അങ്ങനെ ഒരു ദിവസം ടോണിയും ബെല്ലിയും കൂടി മീറ്റ് ചെയ്യുകയാണ്. അഗ്രസീവ് ഇൻവെസ്റ്റർ ആയിട്ടുള്ള ടോണി തനിക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും 60% പ്രോഫിറ്റ് ഉണ്ടായി എന്ന് ബെല്ലിയുടെ അടുത്ത് പറയുകയാണ്. ഡിഫെൻസീവ് ഇൻവെസ്റ്റർ ആയിട്ടുള്ള ബെല്ലി അത് കേട്ട് ശരിക്കും ഷോക്കായിപ്പോയി. ഞാനും നിന്നെ പോലെ വളരെയധികം റിസ്കി ആയിട്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്താൽ മതിയായിരുന്നു എന്ന് ബെല്ലി ടോണിയോട് പറയുകയാണ്. എന്നാൽ അവർ രണ്ടുപേരും അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് അനലൈസ് ചെയ്തപ്പോഴാണ് ഒരു കാര്യം അവർക്ക് മനസ്സിലായത്. ടോണി യഥാർത്ഥത്തിൽ 4 കമ്പനികളിലായിരുന്നു ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. അതിൽ ആദ്യത്തെ കമ്പനിയിൽ നിന്നും ടോണിക്ക് 40% പ്രോഫിറ്റും, രണ്ടാമത്തെ കമ്പനിയിൽ ടോണിക്ക് 30% ലോസും, മൂന്നാമത്തെ കമ്പനിയിലും 30% ലോസും,
നാലാമത്തെ കമ്പനിയിൽ 50% പ്രോഫിറ്റും ജനറേറ്റ് ചെയ്യാൻ ടോണിക്ക് സാധിച്ചു. ഈ പ്രോഫിറ്റും ലോസും എല്ലാം ആഡ് ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്നത് വെറും 30% പ്രോഫിറ്റ് മാത്രമായിരുന്നു. ടോണിയെ പോലെ തന്നെ ബെല്ലിയും 4 കമ്പനികൾ തന്നെയായിരുന്നു ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. അതിൽ ബെല്ലിക്ക് ആദ്യത്തെ കമ്പനിയിൽ നിന്നും 15% പ്രോഫിറ്റും, രണ്ടാമത്തെ കമ്പനിയിൽ നിന്നും 4% ലോസും, മൂന്നാമത്തെ കമ്പനിയിൽ നിന്നും 18% പ്രോഫിറ്റും, നാലാമത്തെ കമ്പനിയിൽ നിന്നും 20% പ്രോഫിറ്റും ജനറേറ്റ് ചെയ്യാൻ സാധിച്ചു. അവയുടെ ടോട്ടലായിട്ട് ബെല്ലിക്ക് 49% പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് അവർ രണ്ടുപേരും ആലോചിച്ചു. ഇതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ടോണി വളരെയധികം അഗ്രസീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റർ ആയതുകൊണ്ട് തന്നെ വളരെയധികം റിസ്ക് ഉള്ള കമ്പനീസിലായിരുന്നു ടോണി ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റും വളരെയധികം ടോണിക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നു. എന്നാൽ റിസ്ക് ഉള്ളത് കൊണ്ട് തന്നെ ലോസും അതുപോലെ സംഭവിച്ചിരുന്നു. വളരെയധികം റിസ്ക് ഉള്ള കമ്പനികളിൽ പ്രോഫിറ്റും ലോസും വളരെ അധികമായിരിക്കും എന്നുള്ളത് ടോണി ഓർമ്മിച്ചില്ല. എന്നാൽ ബെല്ലിയുടെ കാര്യത്തിൽ നേരെ തിരിച്ചായിരുന്നു സംഭവിച്ചത്. റിസ്ക് കുറഞ്ഞ കമ്പനികളായതുകൊണ്ട് തന്നെ പ്രോഫിറ്റും കുറവായിരുന്നു, അതുപോലെ തന്നെ ലോസും കുറവായിരുന്നു. എന്നാൽ ഓവറോൾ നോക്കുന്ന സമയത്ത് ബെല്ലിയായിരുന്നു കൂടുതൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തത്. അതുകൊണ്ട് ബെഞ്ചമിൻ ഗ്രഹാം തൻ്റെ പുസ്തകത്തിൽ പറയുന്നത് ഒരു ബിഗിനർ തീർച്ചയായും അഗ്രസീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം വളരെ ഡിഫെൻസീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ലോങ് ടേമിൽ നല്ല രീതിയിൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് എന്നാണ്. രണ്ടാമത്തേത് മിസ്റ്റർ മാർക്കറ്റ്. നമ്മൾ സ്വന്തമായ ഒരു കമ്പനി തുടങ്ങുന്നു എന്ന് കരുതുക. വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു ഐഡിയ ആയതുകൊണ്ട് തന്നെ നമ്മളൊരു 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു പുതിയ ബിസിനസ് നമ്മൾ തുടങ്ങുകയാണ്. നമ്മുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായി ആ കമ്പനി നല്ല രീതിയിൽ ഗ്രോ ചെയ്യുകയും വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയായി മാറുകയും ചെയ്യുന്നു. ഈ സമയത്ത് നമ്മളെ കാണാൻ വേണ്ടി ഒരാൾ വരികയാണ്. അയാളെ നമുക്ക് മിസ്റ്റർ മാർക്കറ്റ് എന്ന് വിളിക്കാം. അയാൾ നമ്മളെ കണ്ട് ആ കമ്പനി നമ്മുടെ കയ്യിൽ നിന്നും വാങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അയാൾ നമ്മുടെ കമ്പനിക്ക് പറയുന്ന വില എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണ്. നമ്മൾ 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഈ കമ്പനി തുടങ്ങിയത് എന്ന കാര്യം ഓർക്കുക. എന്നാൽ ഇതേ മിസ്റ്റർ മാർക്കറ്റ് കുറച്ച് നാൾ മുൻപ് നമ്മളെ കോൺടാക്റ്റ് ചെയ്ത സമയത്ത് അയാൾ 1 കോടി രൂപയായിരുന്നു നമ്മുടെ കമ്പനിക്ക് പറഞ്ഞിരുന്ന വില. എങ്ങനെയാണ് 1 കോടിയിൽ നിന്നും നമ്മുടെ കമ്പനിയുടെ വില 1 ലക്ഷമായി മാറിയത്? ഇതാണോ നമ്മുടെ കമ്പനിയുടെ യഥാർത്ഥ വില? ഇവിടെ വില എന്ന് പറയുമ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്: വാല്യൂ, അതുപോലെ പ്രൈസ്. നമ്മുടെ കമ്പനിക്ക് മിസ്റ്റർ മാർക്കറ്റ് ഇട്ടിരിക്കുന്ന വിലയാണ് പ്രൈസ് എന്ന് വിളിക്കുന്നത്. എന്നാൽ ആ കമ്പനിക്ക് യഥാർത്ഥത്തിലുള്ള വില എത്രയാണോ അതിനെയാണ് വാല്യൂ എന്ന് വിളിക്കുന്നത്. ഒരു കമ്പനിയുടെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും ഇൻട്രിൻസിക് ആയിട്ട് തന്നെ നിൽക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ പ്രൈസ് എന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ ഫ്ലക്ച്വേഷന് കണക്കായിട്ട് ഫ്ലക്ച്വേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന വളരെ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു നമ്പറാണ്. അതുകൊണ്ട് തന്നെ പ്രൈസ് എന്നതിനേക്കാൾ ഉപരി വാല്യൂവിൽ കൂടുതൽ ബേസ് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നതാണ് ഓത്തർ പറയുന്നത്. കമ്പനിയുടെ കൃത്യമായ വാല്യൂ കണ്ടെത്തി അതിൻ്റെ പ്രൈസ് എത്രത്തോളം ലോ ആയിരിക്കുന്നുവോ, മാർക്കറ്റ് എത്രത്തോളം ലോ ആയിരിക്കുന്നു എന്നൊക്കെ നോക്കിയിട്ട് അത് ബൈ ചെയ്യാനും, മാർക്കറ്റ് എപ്പോഴൊക്കെ ഹൈ ആയിട്ട് നിൽക്കുന്നു അപ്പോഴൊക്കെ അത് സെല്ല് ചെയ്യാനും വേണ്ടി ശ്രമിക്കുന്നതിലൂടെ നമ്മുടെ പ്രോഫിറ്റിനെ നമുക്ക് കൂടുതൽ മാക്സിമൈസ് ചെയ്യാൻ സാധിക്കും. ഈ രീതിയിൽ മാർക്കറ്റിൻ്റെ ഫ്ലക്ച്വേഷനെ കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മൂന്നാമത്തത്, ഹൗ ക്യാൻ യു ബിക്കം എ ഡിഫെൻസീവ് ഇൻവെസ്റ്റർ? നല്ല രീതിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഡിഫെൻസീവ് ഇൻവെസ്റ്റർ ആവാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാവുന്ന കുറച്ച് വഴികളാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. ആദ്യത്തേത്, ഡിവൈഡ് യുവർ പോർട്ട്ഫോളിയോ ഇൻടു 50-50. ആദ്യത്തെ 50 എന്ന് പറയുന്നത് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ നിന്നും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. രണ്ടാമത്തേത്, നമ്മൾ SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന റിസ്ക് ആയിട്ടുള്ള പ്രോഫിറ്റും അതുപോലെ ലോസിനെയും കോമ്പൻസേറ്റ് ചെയ്യാനായി നമുക്ക് SIPയിൽ നിന്നും കിട്ടുന്ന വളരെയധികം മീഡിയം ആയിട്ടുള്ള റിട്ടേൺസ് നമുക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. രണ്ടാമത്തേത്, ഡൈവേഴ്സിഫിക്കേഷൻ. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരേ സെക്ടറിലുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം 4-5 വ്യത്യസ്തമായ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇത്തരത്തിൽ മാർക്കറ്റിൽ ഉണ്ടാവാവുന്ന ഫ്ലക്ച്വേഷൻസിനെല്ലാം തന്നെ ഓവർകം ചെയ്യാൻ നമുക്ക് സാധ്യമാണ്. മൂന്നാമത്തേത്, ലാർജ് കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നതാണ്. വളരെ ലാർജ് ആയിട്ടുള്ള, പോപ്പുലർ ആയിട്ടുള്ള, സ്ട്രോങ് ആയിട്ടുള്ള കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരു ഡിഫെൻസീവ് ഇൻവെസ്റ്ററിന് ഒരുപാടധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. നാലാമത്തേത്, കൺസർവേറ്റീവ് ഫൈനാൻസ്. അതായത് കറണ്ട് റേഷ്യോ 200% കൂടുതലുള്ള കമ്പനീസിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതും വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്.
കറണ്ട് റേഷ്യോ കൂടുതലുള്ള കമ്പനീസിൽ ആസറ്റ്സ് കൂടുതലും ലയബിലിറ്റീസ് കുറവുമായിരിക്കും. അതുകൊണ്ട് തന്നെ അവ ലോ റിസ്ക്കുമായിരിക്കും. അഞ്ചാമത്തേത് ഡിവിഡൻ ഹിസ്റ്ററി. നല്ല ഡിവിഡൻ പേയിങ് ഹിസ്റ്ററി ഉള്ള കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് വളരെയധികം റിസ്ക് കുറഞ്ഞ രീതിയിലുള്ള റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. മാത്രമല്ല ഡിവിഡൻസ് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ അവ നമുക്ക് SIP ആയിട്ട് മറ്റു പല ഇൻവെസ്റ്റ്മെൻറ്റ്സിനും ഉപയോഗിക്കുകയും ചെയ്യാവുന്നതാണ്. ആറാമത്തേത് ഏർണിംഗ് ഹിസ്റ്ററി. കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് കമ്പനി നല്ല രീതിയിൽ ഏൺ ചെയ്യുന്നുണ്ട് എന്ന ഗ്രാഫ് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അത്തരം കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ഏഴാമത്തേത് ഗ്രോത്ത് ആണ്. എല്ലാ വർഷവും 3-4% ഗ്രോത്ത് റേറ്റ് ഉള്ള കമ്പനികളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ഡിഫെൻസീവ് ഇൻവെസ്റ്ററിന് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഒരു ഡിഫെൻസീവ് ഇൻവെസ്റ്റർ തീർച്ചയായിട്ടും ഈ 7 മെത്തേഡുകളും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇവ കൃത്യമായി മനസ്സിലാക്കി പരമാവധി ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ ഉപയോഗിച്ചുകൊണ്ട് വേണം ഡിഫെൻസീവ് ഇൻവെസ്റ്റർ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചൂസ് ചെയ്യാനും അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനും. നാലാമത്തേത് മാർജിൻ ഓഫ് സേഫ്റ്റി. ഒരു ട്രക്ക് മാനുഫാക്ചറിങ് കമ്പനി അവർക്ക് 200 ടൺ ഭാരം ചുമക്കാൻ സാധിക്കുന്ന ഒരു ട്രക്ക് മാനുഫാക്ചർ ചെയ്യണം എന്നൊരു ഓർഡർ ലഭിക്കുകയാണ്. അപ്പോൾ അവർ ഉണ്ടാക്കുന്ന ട്രക്ക് വെറും 200 ടൺ ഭാരം മാത്രം വഹിക്കുന്ന ഒരു ട്രക്ക് ആയിരിക്കുമോ? ഒരിക്കലുമല്ല. അവർ മിനിമം ഒരു 300 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ടൺ ഭാരം വഹിക്കാൻ സാധിക്കുന്ന ഒരു ട്രക്ക് മാത്രമേ അവർ മാനുഫാക്ചർ ചെയ്യുകയുള്ളൂ. ഇതിന് കാരണം ഒരിക്കലും ഓവർലോഡ് ആവാനോ അല്ലെങ്കിൽ ട്രക്കിന് എന്തെങ്കിലും ഒരു കേടുപാട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സേഫ്റ്റി മാർജിൻ അവർ സ്വയം കരുതുന്നത്. ഇതുപോലെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായി നമ്മുടെ ലോസും പ്രോഫിറ്റും കാൽക്കുലേറ്റ് ചെയ്തിട്ട് തന്നെ വേണം നമ്മൾ ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഇതിനായി നമുക്ക് ഒരു കമ്പനിയുടെ ഇൻട്രിൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഒരു കമ്പനിയുടെ ഇൻട്രിൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്ന ഷെയർ പ്രൈസ് എന്ന് പറയുന്നത് 200 രൂപയാണെന്ന് കരുതുക. അപ്പോൾ നമ്മൾ ആ കമ്പനിയെ പർച്ചേസ് ചെയ്യേണ്ടത് ഒരു 140-150 രൂപ ഷെയർ പ്രൈസ് ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ നമുക്ക് 60 രൂപയോളം പ്രോഫിറ്റ് ആയിട്ട് ലഭിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ മാർക്കറ്റിലുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻ കാരണം ചിലപ്പോൾ ആ കമ്പനിയുടെ ഷെയർ പ്രൈസ് 300 രൂപയാവുകയാണെങ്കിൽ നമുക്ക് 60 രൂപയല്ല മറിച്ച് ഒരു 100 രൂപയും കൂടി ചേർന്ന് 160 രൂപയായിരിക്കും പ്രോഫിറ്റ് ആയിട്ട് കിട്ടുക. ഇത്തരത്തിൽ വളരെയധികം പ്രൈസ് ലോ ആയിരിക്കുന്ന സമയത്ത് ബൈ ചെയ്ത് വളരെയധികം പ്രൈസ് ഹൈ ആയിരിക്കുന്ന സമയത്ത് സെല്ല് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരു ബിഗിനർ എന്ന നിലയിൽ തീർച്ചയായിട്ടും ഒരു സ്റ്റോക്ക് ഇൻവെസ്റ്റർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഈ കാര്യങ്ങളെല്ലാം തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ദി ഇൻ്റലിജൻറ്റ് ഇൻവെസ്റ്റർ എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ്. നിലവിൽ ഈ പുസ്തകത്തിൻ്റെ മലയാളം വേർഷൻ അവൈലബിൾ അല്ല, എന്നാൽ ഇംഗ്ലീഷ് വേർഷൻ നമുക്ക് ഓൺലൈനിൽ ലഭ്യമാണ്. പുസ്തകം വാങ്ങാനുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും പുസ്തകം വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ ലിങ്ക് ഉപയോഗിച്ച് ബുക്ക് പർച്ചേസ് ചെയ്ത് വായിക്കാവുന്നതാണ്.